ഹായ്. നമുക്ക് ഇന്ന് അഞ്ചാമത്തെ റിവിഷൻ ഡേ കേട്ടോ. റിവിഷൻ ഡേ 5ൻ്റെ ടോപ്പിക്സ് ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ത്യ എന്ന് പറയുമ്പോൾ ലോക്പാലിൻ്റെ ലോകായുക്ത ആക്ടിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ന്യൂക്ലിയർ പോളിസി ഓഫ് ഇന്ത്യയുടെ ക്ലാസ് അതിനകത്തുള്ള ക്വസ്റ്റ്യൻ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ്. അതുപോലെ റവന്യൂവിനകത്ത് എന്ന് പറയുമ്പോൾ ടാക്സ് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസും ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, എന്താണ് ക്വസ്റ്റ്യൻ? നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള 2013 ലോകായുക്ത ആക്ട് പ്രകാരം, ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് പ്രകാരം ലോക്പാലിനകത്ത് മാക്സിമം എത്ര മെമ്പേഴ്സ് ഇൻക്ലൂഡ് ആകുമെന്ന് വെച്ചാൽ ഇൻക്ലൂഡിങ് ദ ചെയർപേഴ്സൺ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കി എത്രയാണെന്ന് പറയാമോ? 9 ആണ് ആൻസർ. അപ്പം നമുക്കറിയാം 9 ആണ് അതിൻ്റെ ആൻസർ. അപ്പം നമുക്കറിയാം എന്താണ് ഈ പറഞ്ഞിട്ടുള്ള 2013 വന്ന ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് പ്രകാരം ലോക്പാലിലെ മെമ്പേഴ്സിന് എണ്ണം എന്ന് പറയുന്നത് എന്താണ്? ഒരു ചെയർപേഴ്സൺ, ഒരു ചെയർമാനും ഈ ബാക്കിയുള്ള മെമ്പേഴ്സ് നോട്ട് മോർ ദാൻ 8 എന്നാണ്. അങ്ങനെയാണ് ടോട്ടൽ 9 മെമ്പേഴ്സ് എവിടെ വരുന്നത്? നമ്മുടെ ലോക്പാലിനകത്ത് വരുന്നത്. ഈ ലോക്പാലും ലോകായുക്ത എന്താണ് സംഭവം? എന്താണ് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ഗവൺമെൻറ് സെക്ടറിൽ കറപ്ഷൻ തടയാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു അതോറിറ്റിയാണ് ഈ പറഞ്ഞിട്ടുള്ള ലോക്പാലും ലോകായുക്തയും. ക്ലിയർ അല്ലേ? അപ്പം ഇതിൻ്റെ അകത്ത് ലോക്പാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് യൂണിയൻ ലെവലിലുള്ളതും ലോകായുക്ത എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ലെവലിലുമുള്ള എൻക്വയറിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കിന് ഇത് ഹോൾ ഇന്ത്യ ആണ് ഇതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് തെറ്റിക്കരുത്. പബ്ലിക് സർവൻസിനാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ലോക്പാലും ലോകായുക്ത ആക്ട് പ്രകാരമുള്ള അന്വേഷണങ്ങൾ വരുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ് ലോക്പാൽ എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു 8 മെമ്പർ ബോഡിയാണ്. ഒരു 1 ചെയർപേഴ്സണും ഒരു മാക്സിമം ഓഫ് 8 മെമ്പേഴ്സ് എന്നാണെന്ന് ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഈ ചെയർപേഴ്സണെ സെലക്ട് ചെയ്യുമ്പോൾ ലോക്പാലിനകത്തുള്ള ചെയർപേഴ്സണെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്? പുള്ളി എന്ന് പറയുമ്പോഴത്തേക്കിന് ഒന്നുകിൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയ ഒരാളായിരിക്കണം. ചില ഹൂ ഈസ് ഓർ ഹാസ് ബീൻ എ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്നാണ് കേട്ടോ. അതല്ലെങ്കിൽ എന്താണ്? സുപ്രീം കോടതിയുടെ ജഡ്ജ് ആയ ഒരാളോ അല്ലെങ്കിൽ ആയിരുന്ന ഒരാളോ ആയിരിക്കണം. അതല്ലെങ്കിൽ എന്ത് വേണം? ഈ പറഞ്ഞിട്ടുള്ള ചില കുറേ ക്ലോസസ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള കുറേ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളായിരിക്കും എന്തായിട്ട് വരേണ്ടത്? ഈ പറഞ്ഞ ലോക്പാലിൻ്റെ ചെയർപേഴ്സണായിട്ട് വരേണ്ടത്. ജസ്റ്റ് ഞാൻ പറഞ്ഞത് ഓൾറെഡി എടുത്ത ക്ലാസ്സാണ്. അപ്പോൾ ലോക്പാലിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നിൽ എന്താണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരാളോ അല്ലെങ്കിൽ ആയിരുന്ന ഒരാളോ ആയിരിക്കണം. അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജായിട്ട് ഇരുന്നൊരാളോ അല്ലെങ്കിൽ ഒരാളോ ആയിരിക്കണം എന്തായിട്ട് വരണ്ടേ? നമ്മൾ ഈ പറഞ്ഞ ലോക്പാലിൻ്റെ ചെയർപേഴ്സണായിട്ട് വരേണ്ടതെന്ന് ആലോചിക്കണം കേട്ടോ. തെറ്റിക്കുക. നമ്മൾ ഈ പറഞ്ഞു ഈ ലോക്പാലിനകത്ത് എന്ന് പറയുമ്പോഴത്തേക്കിന് ചെയർപേഴ്സണെ അപ്പോയിൻമെൻറ്റ് ചെയ്യാൻ, ഈ ചെയർപേഴ്സണെ അതുപോലെ തന്നെ ആ മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഒരു സെലക്ഷൻ കമ്മിറ്റി പറഞ്ഞിട്ടാണ് എന്തോ ചെയ്യുന്നത്. പ്രസിഡന്റ് ഇവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. പ്രസിഡന്റാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞ ഏത് മെമ്പേഴ്സിനെ വേണം എന്നുള്ളത് ചൂസ് ചെയ്യുന്നത് ആരാണ്? ഒരു സെലക്ഷൻ കമ്മിറ്റിയാണ്. ആ സെലക്ഷൻ കമ്മിറ്റിക്കാന്ന് പറയുമ്പോൾ പ്രൈം മിനിസ്റ്റർ അതിൻ്റെ സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ പ്രൈം മിനിസ്റ്ററാണ്. അതുകൂടാതെ നമ്മുടെ മെമ്പേഴ്സായിട്ട് ലോകസഭയുടെ സ്പീക്കർ വരും. അതുപോലെ നമ്മുടെ ഈ പറഞ്ഞ ലോകസഭയിലെ ഒപ്പോസിംഗ് പാർട്ടിയുടെ ലീഡർ വരും. അതുപോലെ തന്നെ എന്താണ് ഒന്നിൽ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരിക്കും അടുത്ത മെമ്പറായിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ സുപ്രീം കോടതിയിലുള്ള ഒരു ജഡ്ജ്, ഈ നമ്മുടെ ചീഫ് ജസ്റ്റിസ് തന്നെ നോമിനേറ്റ് ചെയ്യുന്ന സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജും ഈ പറഞ്ഞിട്ടുള്ള എന്താണ് സെലക്ഷൻ കമ്മിറ്റിയിലെ മെമ്പർ ആയിരിക്കും കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് 2013 എന്ന് പറഞ്ഞാൽ തെറ്റിക്കരുത്. ലോക്പാൽ എന്ന് പറഞ്ഞാലാണ് എന്ത് യൂണിയൻ ലെവലിലുള്ളത്. ലോകായുക്ത എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ സ്റ്റേറ്റ് ലെവലിലുള്ള കറപ്ഷൻ തടയാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ ലോക്പാൽ ആരാണ്? ജസ്റ്റിസ് പ്രദീപ് കുമാർ മോഹന്തിയാണ്. എന്ത്? ജസ്റ്റിസ് പ്രദീപ് കുമാർ മോഹന്തിയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലോക്പാലെ. ഇനിയും നമ്മുടെ ഫസ്റ്റ് ലോക്പാൽ ആരായിരുന്നു? പിനാക്കി ചന്ദ്രഘോഷ് ആണ്. എന്ത്? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജാണ് ഈ പറഞ്ഞിട്ടുള്ള പിനാക്കി ചന്ദ്രഘോഷ്. പുള്ളിയായിരുന്നു എന്ത്? നമ്മുടെ ഫസ്റ്റ് ലോക്പാൽ. 2019 ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ലോക്പാലായിട്ട് പിനാക്കി ചന്ദ്രഘോഷ് വരുന്ന ആലോചിക്കണം കേട്ടോ. തെറ്റിക്കരുതേ. ഇനിയും കേരളത്തിലെ ലോകായുക്ത ആരാണ്? ഇപ്പോഴത്തെ ആരാണ്? സിറിയക് ജോസഫ് ആണ് കേട്ടോ. ജസ്റ്റിസ് സിറിയക് ജോസഫ് ആണ് എന്ത്? നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ ലോകായുക്തയെ ഹയർ ചെയ്യുന്നത് ആരാണ്? ഗവർണറാണ്. ഓരോ സ്റ്റേറ്റിലെയും അതത് ഗവർണേഴ്സാണ് ലോകായുക്തയെ ഹയർ ചെയ്യുന്ന ഓർത്തിരിക്കുക. ആരുടെ റെക്കമെൻഡേഷനോടെ ആയിരിക്കും? നമ്മുടെ ചീഫ് മിനിസ്റ്ററായി. നമ്മൾ അപ്പുറത്തെ ഒരു സെലക്ഷൻ കമ്മിറ്റി പറഞ്ഞില്ലേ? അപ്പം അതുപോലെ തന്നെ എന്തുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റിലും എന്തോ കാണും, ഒരു സെലക്ഷൻ കമ്മിറ്റി കാണും. അപ്പം അതിനകത്ത് ഈ ചീഫ് മിനിസ്റ്ററിൻ്റെ റെക്കമെൻഡേഷൻ വഴിയാണ് ഗവർണർ എന്തോ ചെയ്യുന്നത്? അവിടുത്തെ ലോകായുക്തയെ ഹയർ ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പം കേരളത്തിലെ ഇപ്പോഴത്തെ ലോകായുക്ത ആരാണ്? ജസ്റ്റിസ് സിറിയക് ജോസഫ് ആണെന്ന് അറിഞ്ഞിരിക്കണം.
നോക്കിയേ എന്താണ് ക്വസ്റ്റ്യൻ? ഇന്ത്യയിലെ കറപ്ഷൻ ആൻഡ് റിഡ്രസ് ഓഫ് സിറ്റിസൺസ് ഗ്രീവനസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലീഗൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം വർക്ക് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണെന്ന് പറയാമോ? ഈ കോമ്പിനേഷനിൽ ഏതാണ് അതിന്റെ ആൻസർ എന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്കറിയാം ലോകായുക്തയും സുപ്രീം കോടതിയും ചേർന്നിട്ടാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എന്താണ്, ഇതൊരു ഫ്രെയിം വർക്കാണ്. നമുക്കറിയാം കറപ്ഷൻ ചെക്ക് ചെയ്യുന്നതാണ് ലോകായുക്ത അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ റിഡ്രസ് ഓഫ് സിറ്റിസൺസ് ഗ്രീവനസ് വരുന്നത് സുപ്രീം കോടതിയിൽ അണ്ടറിലായിരിക്കും. അപ്പോൾ ഓർത്തിരിക്കുക, ലോകായുക്തയും സുപ്രീം കോടതിയും ചേർന്നിട്ടാണ് ഈ ഒരു എന്താണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റിനകത്ത് ലോക്പാൽ ആൻഡ് ലോകായുക്തയെക്കുറിച്ചിട്ടുള്ളത് ഏതാണ് കറക്റ്റ് എന്നാണ് പറയേണ്ടത്. അഡ്മിനിസ്ട്രേറ്റീവ് റീഫോം കമ്മീഷൻ റെക്കമെൻഡേഷൻ പ്രകാരമുള്ള ലോക്പാൽ ആൻഡ് ലോകായുക്തയുടെ ഫീച്ചേഴ്സ് ഇതിനകത്ത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. നോക്കിയേ, അതിൽ ഓരോ ഫീച്ചറും വായിച്ച് നോക്കിയിട്ട് പറയാനൊക്കെ ഒന്ന് നോക്കിയേ. നമുക്ക് നോക്കിയേ, ഫസ്റ്റ് വൺ എന്താണ്? ദേ ഷുഡ് ബി ഡെമോൺസ്ട്രബിളി ഇൻഡിപെൻഡന്റ് ആൻഡ് ഇമ്പാർഷ്യൽ. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. കാര്യം ഈ ലോക്പാലും ലോകായുക്ത ഒരു കാരണവശാലും നമ്മൾ കറപ്ഷൻ എതിരെ ഉള്ളവരാണിതല്ലേ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ് അല്ലേ. അവർ ഇൻഡിപെൻഡന്റും ആയിരിക്കണം, അതുപോലെ ഇമ്പാർഷ്യലും ആയിരിക്കണം എന്നുള്ള ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. സെക്കൻഡ് വൺ നോക്കി, ദേ ഷുഡ് കമ്പയർ വിത്ത് ദ ഹയസ്റ്റ് ജുഡീഷ്യൽ ഫംഗ്ഷണറി ഇൻ ദ കൺട്രി. കറക്റ്റ് ആണ്. കാര്യം അത് കറക്റ്റ് ആണ്. 1ഉം 2ഉം കറക്റ്റ് ആണ്. നെക്സ്റ്റ് നോക്കി, ദേ ഷുഡ് ബി ഡയറക്ട്ലി അക്കൗണ്ടബിൾ ടു പാർലമെന്റ്. അങ്ങനെ ഒരു സംഭവം ഇല്ല കേട്ടോ. ഈ പറഞ്ഞിട്ടുള്ള ലോക്പാൽ ആണെന്നുണ്ടെങ്കിൽ ലോകായുക്ത ആണെന്നുണ്ടെങ്കിലും പാർലമെന്റിൽ അവർ എന്തല്ല അക്കൗണ്ടബിൾ അല്ല അവർ ചെയ്ത സംഭവങ്ങൾ പറയാൻ. അപ്പോൾ തേർഡ് ഓപ്ഷൻ തെറ്റാണ്. അടുത്ത എന്താണ്? ദെയർ അപ്പോയിൻമെന്റ് ഷുഡ് ആസ് ഫാർ ആസ് പോസിബിൾ മീൻ നോൺ പൊളിറ്റിക്കൽ. അത് കറക്റ്റ് ആണ്. കാര്യം ഒരു കാരണവശാലും യാതൊരുവിധ ഇമ്പാർഷ്യാലിറ്റിയും ലോക്പാലോ ലോകായുക്തയെ കാണിക്കാൻ പാടില്ല. ഒരു പൊളിറ്റീഷ്യനോടോ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോടോ എന്താണ് ബൈൻഡിങ് ഇല്ലാത്തവരായിരിക്കണം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു പൊസിഷനിൽ വരാൻ. അപ്പം ഇതിൻ്റെ അകത്ത് ആൻസർ എന്താണ്? 1ഉം 2ഉം 4ഉം ശരിയാണ് കേട്ടോ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ അസേർഷൻ ആൻഡ് റീസണിങ് ആണ്. എന്താണ് അസേർഷൻ നോക്കിയാൽ എന്താണെന്ന്? ലോകായുക്ത ഹാവ് ബീൻ അപ്പോയിന്റഡ് ഇൻ ഓൾ ദ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് അസേർഷൻ. അതിൻ്റെ റീസൺ ആയിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ആൻ ഇൻഡിപെൻഡന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് റിക്വയർഡ് ടു റിഡ്രസ് ദ ഗ്രീവനസ് ഓഫ് ദ പീപ്പിൾ എഗെയിൻസ്റ്റ് ദി ആക്ഷൻ ഓഫ് സിവിൽ സർവൻസ്. അപ്പോൾ ഇത് നോക്കുക, ഈ പറഞ്ഞിട്ടുള്ളതിനകത്ത് ഇതിനകത്ത് അസേർഷൻ ആൻഡ് റീസണിങ് കറക്റ്റ് ആണോ നോക്കുക. ഇപ്പം നോക്കി, ഇതിനകത്ത് എന്താണ് ഈ പറയുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ഇല്ല അല്ലേ. എല്ലാ സ്റ്റേറ്റിലും ലോകായുക്ത ഇല്ല. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ലോകായുക്ത ഇല്ല. കുറച്ച് സ്റ്റേറ്റിലുള്ളൂ. എനിക്ക് എത്ര സ്റ്റേറ്റിന്റെ എണ്ണം, എനിക്ക് 20 സ്റ്റേറ്റ്സ് ആൻഡ് 2 യൂണിയൻ ടെറിട്ടറീസ് ആണെന്ന് അതൊന്നും ചെക്ക് ചെയ്തേക്കണം കേട്ടോ. എല്ലാ സ്റ്റേറ്റിലും എന്തായാലും ലോകായുക്ത ഇല്ലേ. പക്ഷേ ഈ റീസണിങ് കറക്റ്റ് ആണ് അല്ലേ. റീസൺ കറക്റ്റ് ആണ്. അപ്പം ഇതിനകത്ത് എ ഈസ് ഫോൾസ് ബട്ട് ആർ ഈസ് ട്രൂ എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ലോക്പാലിൻ്റെ ഓഫീസിൻ്റെ ക്രിയേഷൻ ആദ്യമായിട്ട് റെക്കമെൻഡ് ചെയ്തത് ഈ പറഞ്ഞതിൽ ഏത് കമ്മീഷനാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? അഡ്മിനിസ്ട്രേറ്റീവ് റീഫോം കമ്മീഷനാണ് എന്തോ ചെയ്യുന്നത്, ലോക്പാലിൻ്റെ ക്രിയേഷൻ ആദ്യമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. തെറ്റിക്കരുത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ലോകായുക്ത ഇൻസ്റ്റിറ്റ്യൂഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഇൻ ഡാഷ് ഇൻ 1971. എവിടെയാണ് ഈ പറഞ്ഞിട്ടുള്ളത്? ഞാൻ പറഞ്ഞത് ലോകായുക്ത ഇൻസ്റ്റിറ്റ്യൂഷൻ ആദ്യമായിട്ട് വരുന്നത് എവിടെയാണ്? നമ്മുടെ മഹാരാഷ്ട്രയിലാണെന്ന് ഓർത്തിരിക്കണം കേട്ടോ. മഹാരാഷ്ട്രയിലാണ് എന്തോ ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള ലോകായുക്ത ഇൻസ്റ്റിറ്റ്യൂഷൻ ആദ്യമായിട്ട് വരുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് 2013 എപ്പോഴാണ് നിലവിൽ വന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അഡോപ്റ്റ് ചെയ്തില്ല. കെയിം ഇൻ ടു ഫോഴ്സിൻ്റെ ഡേറ്റ് വെച്ചിരിക്കുന്നത് എന്നാണ്? നമുക്കറിയാം ആക്ട് 2013 2014 നിലവിൽ വരുന്നത് കേട്ടോ. എന്നാണ്? 16 ജനുവരി 2014 എന്തോ ചെയ്യുന്നത് നമ്മുടെ ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് 2013 നിലവിൽ വരുന്നത്. ക്ലിയർ അല്ലേ? ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് ജൻ ലോക്പാൽ ബില്ലിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ സിറ്റിസൺസ് ഓംബുഡ്സ്മാൻ ബിൽ എന്നാണ് ഇതിൻ്റെ വേറെ പേര്. ജൻ ലോക്പാൽ ബിൽ എന്ന് പറഞ്ഞാൽ സിറ്റിസൺസ് ഓംബുഡ്സ്മാൻ ബിൽ എന്നാണ്. അതിനെക്കുറിച്ചുള്ള 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഏതൊക്കെ കറക്റ്റ് ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ വായിച്ചു നോക്കി. ഈ ബിൽ എന്ന് പറയുമ്പോൾ എന്താണ്? ദ ബിൽ പ്രൊപ്പോസസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദി ഓഫീസ് ഓഫ് ലോക്പാൽ അറ്റ് സെൻറ്റർ ആൻഡ് ലോകായുക്ത അറ്റ് സ്റ്റേറ്റ് ലെവൽ. കറക്റ്റ് അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സെൻട്രൽ ലെവലിൽ ലോക്പാൽ എന്നുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനും സ്റ്റേറ്റ് ലെവലിൽ ലോകായുക്ത ഉള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനുമാണ് ഈ പറഞ്ഞിട്ടുള്ള എന്താണ് ജൻ ലോക്പാൽ ബിൽ പ്രൊപ്പോസ് ചെയ്യുന്നത്. കറക്റ്റ് ആണ് കേട്ടോ ആ ഓപ്ഷനെ. സെക്കൻഡ് ഓപ്ഷൻ നോക്കി, എന്താണ് പറയുന്നത്? ഈ ജൻ ലോക്പാൽ ബിൽ പ്രകാരം എന്താണ്? ഒരു ആൻറ്റി കറപ്ഷൻ വേണ്ടിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം. അതുപോലെ തന്നെ എന്തായിരിക്കണം? ഇത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ പോലെ ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡി ആയിരിക്കണം. അതുമാത്രമല്ല എന്താണ്? ഈ പറഞ്ഞ ലോക്പാലിന് എന്തിനുള്ള റൈറ്റ് വേണം? ഈ പറഞ്ഞ പൊളിറ്റീഷ്യൻസിനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള റൈറ്റ് വേണം. ആരുടെ പെർമിഷൻ ഇല്ലാതെ? ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ ഇല്ലാതെ. കറക്റ്റാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഈ പറഞ്ഞ ലോക്പാലിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം? ഒരു പൊളിറ്റിക്കൽ എന്താണ് ഡിസ്ക്രിമിനേഷൻ കാണിക്കാത്ത ഒരാളെ വേണം നമുക്ക് ലോക്പാലായിട്ട് ഹയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് എന്താണ്? 2 ഓപ്ഷനും എന്ത് തന്നെയാണ്? കറക്റ്റ് ആണ് കേട്ടോ. ക്ലിയർ അല്ലേ?
ക്ലിയർ ആണല്ലോ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, വിച്ച് ദ ഫോളോയിങ് കമ്മിറ്റീസ് റെക്കമെൻഡഡ് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലോക്പാൽ ആൻഡ് ലോകായുക്ത? ഏത് കമ്മീഷനാണ് ഈ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ കുറച്ച് മുമ്പ് ഈ ക്വസ്റ്റ്യൻ തന്നെ കണ്ടാണ്. എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് റീഫോം കമ്മീഷനാണ് എന്തോ ചെയ്യുന്നത്, ലോക്പാൽ ആൻഡ് ലോകായുക്ത എന്നൊരു സംഭവം എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ള റെക്കമെൻഡേഷൻ കൊടുക്കുന്നത്. ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിപെൻഡന്റ് അതോറിറ്റി ആണോ, കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ആണോ, സ്റ്റാറ്റ്യൂട്ടറി ആണോ, ഓട്ടോണോമസ് ആണോ? ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ആണ് കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ആണ് ആര്? ഓംബുഡ്സ്മാനെ. തെറ്റിക്കരുത് കേട്ടോ. എന്താണ്? ന്യൂക്ലിയർ ഡോക്ട്രിൻ ഓഫ് ഇന്ത്യയെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റൻ. അധികം ക്വസ്റ്റൻ ചോദിച്ചിട്ടില്ല, കാര്യം ഇത് മെയിൻസിനകത്ത് ചിലപ്പോൾ ചോദിക്കുന്ന ഒരു ടൈപ്പ് ടോപ്പിക്കാണ്. അപ്പോൾ നോക്കി എന്താണ് ക്വസ്റ്റൻ നോക്കി, ഈ ഇന്ത്യയുടെ ന്യൂക്ലിയർ ഡോക്ടറിനകത്ത് ഉള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റൻ. നോക്കി നമുക്കറിയാം, നോ ഫസ്റ്റ് യൂസ് ഒരു സംഭവം ഡോക്ടറിനകത്ത് ഉള്ളതാണ്. യൂണിലാറ്ററൽ മൊറട്ടോറിയം തന്നെ ഉള്ളതാണ്. അതുപോലെ തന്നെ മിനിമം ക്രെഡിബിൾ ഡിറ്ററൻസും ഉള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റാണ്. ഇത് 3 എവിടെ തന്നെ ഉള്ളതാണ്? നമ്മുടെ ന്യൂക്ലിയർ ഡോക്ടറിൻ ഓഫ് ഇന്ത്യക്കകത്ത് ഉള്ളതാണ് കേട്ടോ. തെറ്റിക്കരുതേ. നമുക്കിനി നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ചിട്ടുള്ള കുറേ ബേസിക് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇത് എപ്പോഴും എല്ലാവരും ചോദിക്കുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് അധികം റിപ്പീറ്റ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻസ് പറയത്തില്ല, എല്ലാവർക്കും അറിയാവുന്ന സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ നോക്കിയേ, ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് എന്നാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് തന്നെ പറയാം അതിൻ്റെ ആൻസർ എന്താണെന്ന്. ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് എന്നാണ്? ഓപ്ഷൻ ഒന്നും ഞാൻ പറയത്തില്ല, തന്നെ ആൻസർ പറയാൻ നോക്കും. എന്നാണ്? നമുക്കറിയാം എന്നാണ്. 6 ഡിസംബർ 1946 എന്തോ ചെയ്യും നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വരുന്നത്. ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു പോകത്തേ ഉള്ളൂ കേട്ടോ. ഇനി എന്ന് പറയുമ്പോഴത്തേക്കിന് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് ആരെന്ന് പറയാൻ ഒക്കുമോ നോക്കുക. ഞാൻ കുറേ പേരുടെ പേര് പറയാം. ഇതിനകത്ത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മെമ്പർ അല്ലാത്തവരുടെ പേര് പറയാൻ ശ്രമിക്കുക. ഞാൻ പറയാം. 1 PN റാവു, N മാധവറാവു, K മുൻഷി, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഇതിനകത്ത് ആരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതാരാണ് ആൻസർ? ഇതാരാണ് ഇല്ലാത്തത്? നമുക്കറിയാം എന്താണ് ഈ പറഞ്ഞിട്ടുള്ള PN റാവു എവിടെ ഇല്ല. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മെമ്പർ അല്ല ആര്? നമ്മുടെ PN റാവു അല്ലേ? അപ്പം നമുക്കൊന്ന് പറയാമോ, ഇന്ത്യയിലെ നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ മെമ്പേഴ്സിനെ എന്ന് പറയാം. എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 7 പേരാണ് നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് അല്ലേ? അതിനകത്ത് പറയുമ്പോൾ ടോട്ടൽ 9 പേരുണ്ടായിരുന്നു. കാര്യം ഈ 7-ൽ 2 പേര് റീപ്ലേസ് ആക്കിയിട്ട് 2 പേര് വരുന്നുണ്ട്. അതുകൊണ്ട് ടോട്ടൽ 9 പേരുണ്ടായിരുന്നു. പക്ഷേ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മെമ്പേഴ്സിന്റെ എണ്ണം എത്രയാണ്? 7 ആണല്ലേ? ആരൊക്കെയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്കകത്ത് ഉണ്ടായിരുന്നത് പറയാമോ? ഫസ്റ്റ് നമുക്ക് അറിയാവുന്നതാണ് എന്ത്? ഡോക്ടർ BR അംബേദ്കർ ആണ് ആദ്യത്തെ ആളല്ലേ? അംബേദ്കർ ആണ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ. പിന്നുള്ളത് നമ്മുടെ ഗോപാലസ്വാമി അയ്യങ്കാർ എന്നൊരാളുണ്ടല്ലേ? ഗോപാലസ്വാമി അയ്യങ്കാർ ഉണ്ട്, അല്ലാടി കൃഷ്ണസ്വാമി ഉണ്ട്, പിന്നെ നമ്മുടെ KM മുൻഷി ഉണ്ട്, സയ്യിദ് മുഹമ്മദ് സാദുള്ളയുണ്ട്. ഇനിയുള്ളതെന്ന് പറയുമ്പോൾ ഇപ്പം പറഞ്ഞാൽ മാധവറാവുവും TT കൃഷ്ണമാചാരി ഉണ്ടല്ലോ. അപ്പോൾ ഈ മാധവറാവു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ BL മിത്തറിന് പകരം വരുന്നതാണ് ആര്? മാധവറാവു. ഇനി DP കർത്താന് പകരം വരുന്നതാണ് ആര്? നമ്മുടെ TT കൃഷ്ണമാചാരി കേട്ടോ. TT കർത്താന് പകരം വരുന്നതാണ് നമ്മുടെ TT കൃഷ്ണമാചാരി നോക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മെമ്പേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും. ഞാൻ ഇത് ക്ലാസ് ഒക്കെ ഒത്തിരി പ്രാവശ്യം എടുത്താണ്, LDC ഈ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്, അതുകൊണ്ട് ഒന്നും എടുക്കത്തില്ല. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മെമ്പേഴ്സിൻ്റെ എണ്ണം കേട്ടോ. ഇനി വേറെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗസംഖ്യ എത്രയായിരുന്നു ആദ്യം നമ്മുടെ ഡിവിഷന് മുമ്പ്? എന്ന് വെച്ചാൽ ഈ ക്യാബിനറ്റ് മിഷൻ വന്നിട്ട് പ്രപ്പോസ് ചെയ്യുന്ന പ്ലാൻ അനുസരിച്ച് നമ്മുടെ ഈ പറഞ്ഞ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗസംഖ്യ എത്രയായിരുന്നു പറയാമോ? എത്രയായിരുന്നു? 389 ആയിരുന്നു അല്ലേ? ഈ 389 ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പാർട്ടീഷന് ശേഷം എത്ര ആയിട്ട് മാറുന്നുണ്ട്? അത് 299 ആയിട്ട് കുറയുന്നുണ്ട് അല്ലേ? ആഫ്റ്റർ പാർട്ടീഷൻ 299 ആണെന്ന് നോക്കിയിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ 389 ആയിരുന്നു. അതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റൻസ് ആണ് നമുക്ക്. അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഫസ്റ്റ് മീറ്റിംഗ് എപ്പോഴാണ് നടന്നത്? നമുക്കറിയാം ഫസ്റ്റ് മീറ്റിംഗ് എന്ന് പറയുമ്പോൾ 9 ഡിസംബർ 1946 എന്ത് നടന്നിരിക്കുന്നത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഫസ്റ്റ് മീറ്റിംഗ് നടന്നെന്ന് ഓർത്തിരിക്കണം കേട്ടോ. എന്താണ്? 9 ഡിസംബർ 1946 ഫസ്റ്റ് മീറ്റിംഗ്. നമുക്കറിയാം ഇതിനകത്ത് പറയുമ്പോഴത്തേന് സച്ചിദാനന്ദ സിൻഹയാണ് ടെമ്പററി പ്രസിഡന്റായിട്ട് ഇരുന്നിരുന്നത്. അടുത്ത തൊട്ട് 11 ഡിസംബർ 1946 സെക്കൻഡ് മീറ്റിംഗിലാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള രാജേന്ദ്ര പ്രസാദിനെ അവർ എലക്ട് ചെയ്തിട്ട് പ്രസിഡന്റായിട്ട് എടുക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഈ പോയിന്റ്സ് മാത്രം അറിഞ്ഞിരിക്കുക. നമ്മൾ പറഞ്ഞാണ്, ഒന്ന് പറയാമോ? ക്യാബിനറ്റ് മിഷൻ ഇവിടെ വരത്തില്ലേ? ക്യാബിനറ്റ് മിഷൻ വരത്തില്ലേ? ആ ക്യാബിനറ്റ് മിഷനകത്തുള്ള മെമ്പേഴ്സിന്റെ പേര് പറയാമോ ആരൊക്കെയാണെന്ന്? പറയാനൊക്കെ നടത്താൻ നോക്കി. നമുക്കറിയാം ആരൊക്കെയാണ്. ഒന്ന് പറയുമ്പോഴത്തേക്കിന് പെത്വിക് ലോറൻസ് ആണ് അല്ലേ? പെത്വിക് ലോറൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം ക്രിപ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് AV അലക്സാണ്ടർ ആണ് കേട്ടോ. ഒരു ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളതാണ് ഏതൊക്കെയാണ് ക്യാബിനറ്റ് മിഷനകത്ത് മെമ്പേഴ്സ് പറയുമ്പോൾ ഓർത്തിരിക്കുക. ഒന്ന് പെത്വിക് ലോറൻസ് ആണ്, AV അലക്സാണ്ടർ ഉണ്ടായിരുന്നു, നമ്മുടെ ക്രിപ്സും ഉണ്ടായിരുന്നു ഓർത്തിരിക്കണം കേട്ടോ. തെറ്റിക്കരുത് കേട്ടോ.
അപ്പോൾ അത് പറഞ്ഞാൽ നമുക്കറിയാം രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുമ്പോൾ പ്രസിഡന്റ് ആയിരുന്നു അല്ലേ. വൈസ് പ്രസിഡന്റ് ആരായിരുന്നു ഈ പറഞ്ഞ ഭരണഘടനാ നിർമ്മാണ സഭയുടെ വൈസ് പ്രസിഡന്റ് ആരായിരുന്നു? HC മുഖർജിയാണ് കേട്ടോ. HC മുഖർജിയാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇരുന്നിരുന്നത്. അതുപോലെ തന്നെ 13 ഡിസംബർ 1946 എന്ത് ചെയ്യുന്നത് നമ്മുടെ ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പ്രസന്റ് ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മുടെ BN റാവു എന്നാണ്. BN റാവു ആയിരുന്നു നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ നിയമ ഉപദേശകൻ ആരായിരുന്നു? നമ്മുടെ BN റാവു ആയിരുന്നേ. ക്ലിയർ അല്ലേ? ഇത് തന്നെയായിട്ട് അറിയേണ്ട വേറെ നമ്മളൊന്ന് പറയാമോ? നമുക്ക് ആദ്യമായിട്ട് ഒരു ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്ന് പറയുന്ന പാർട്ടി ഏതാണ് അറിയാമോ? സ്വരാജ് പാർട്ടിയാണ് എന്തോ പറയുന്നത് ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് കേട്ടോ. അതിന് മുമ്പിട്ട് ഈ നമ്മുടെ MN റോയി ആണ് 1934 ഇന്ത്യക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്ന സംഭവം ഡിമാൻഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 1935 INCയും അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെന്ന് ഓർത്തിരിക്കുക. അങ്ങനെയാണ് ഇത് കഴിഞ്ഞിട്ട് എന്തോ ചെയ്യുന്നത് ഇവർ ഓഗസ്റ്റ് ഓഫ് 1940 വരും. അത് കഴിഞ്ഞ് ക്രിപ്സ് മിഷൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വരുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഇത്രയൊക്കെ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത് കൂടാതെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ടായിരുന്ന എന്താണ് മലയാളി മെമ്പേഴ്സിന്റെ പേരോട് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ പഠിക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച്.